യോऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. രാവിലത്തെ ഈ സത്സംഗത്തിലെ വിഷയം ആരും കേട്ടിരിക്കാൻ ഇടയില്ലാത്ത ഒരു ഗ്രന്ഥമാണ്. രമണ പരവിദ്യോപനിഷത്ത്. എന്നാണ് ഇതിന് പേര്. പരാവിദ്യ അപരാവിദ്യ എന്ന് ഉപനിഷത്ത് തന്നെ വിദ്യയെ രണ്ടായിട്ട് തിരിക്കണം. അപരാവിദ്യ എന്ന് വെച്ചാൽ ബഹിർമുഖമായിട്ടുള്ള എല്ലാ അറിവും അപരാവിദ്യയാണ്. ആത്മജ്ഞാനമാണ് പരാവിദ്യ. പരാവിദ്യ തന്നെയാണ് പരവിദ്യ. ജഡഭരതനെ ഭാഗവതത്തിൽ പറയുമ്പോ അദ്ദേഹത്തിന്റെ ഏട്ടന്മാരൊക്കെ നല്ലവണ്ണം വേദാധ്യയനം ചെയ്തവരാണ്, വേദം പഠിച്ചിട്ടുള്ളവരാണ്. അവർക്കൊന്നും അദ്ദേഹത്തിന്റെ അധ്യാത്മമായ ആ സ്ഥിതി, സ്പിരിച്വൽ സ്റ്റാച്ചർ മനസ്സിലായില്ല എന്നാണ്. ത്രയ്യാമേവ വിദ്യായാം പര്യവസിതമതയഃ നതു പരവിദ്യായാം. ഞാൻ ഈ പരവിദ്യ എന്നുള്ളത് ശരിയാണോ എന്നൊന്ന് അല്പം ആലോചിച്ചു നോക്കി. പരാവിദ്യ എന്നാണ് സാധാരണ പ്രയോഗം. അപ്പൊ ഭാഗവതത്തിൽ ഇങ്ങനെയുണ്ട്, ത്രയ്യാമേവ വിദ്യായാം പര്യവസിതമതയഃ നതു പരവിദ്യായാം. പരവിദ്യയെന്നും പരാവിദ്യയെന്നും പറയാം. പരവിദ്യ അല്ലെങ്കിൽ പരാവിദ്യ എന്ന് വെച്ചാൽ ആത്മജ്ഞാനം എന്നർത്ഥം. ഒബ്ജക്റ്റീവ് നോളജ് അല്ല, വിഷയജ്ഞാനമല്ല. അതിനാണ് പരാവിദ്യ എന്ന് പറയണത്. വേദാന്തം എന്ന് പറയുന്നതും അതാണ്. ഉപനിഷത്താണ് വേദാന്തം എന്ന് പറയണത്. പുസ്തകത്തിന്റെ പേരല്ല, അത് ജ്ഞാനത്തിന്റെ പേരാണ്. മരുന്നിന് നമ്മളെ ആരോഗ്യം എന്ന് പേര് പറയാം. പക്ഷെ മരുന്നിന്റെ പേരല്ലാതെ മരുന്ന് കഴിച്ചിട്ട് ഉണ്ടായാൽ, ആരോഗ്യം ഉണ്ടായാൽ, ഉണ്ടാവാൻ കാരണമാവുന്നത് കൊണ്ട് ആ മരുന്നിന് ആരോഗ്യം എന്ന് പറയും. അതുപോലെ ഉപനിഷത്ത് വേണ്ട വിധത്തിൽ പഠിക്കുകയും മനനം ചെയ്യുകയും ഒക്കെ ചെയ്താൽ ജ്ഞാനമുണ്ടാവും എന്നുള്ളത് കൊണ്ട് ഉപനിഷത്തിന് പരാവിദ്യ എന്ന് പേര്. വേദാന്തം എന്ന് പേര്. വേദാന്തം എന്ന് വെച്ചാൽ അറിവിന്റെ അന്തം. ഇനി ഒന്നും അറിയാനുള്ള ആഗ്രഹമില്ല, ജിജ്ഞാസ നിവൃത്തി, ശാന്തി ഉണ്ടാവും, പൂർണ്ണത ഉണ്ടാവും. അപ്പോഴല്ലേ അറിവ് അവസാനിക്കുകയുള്ളൂ. അറിവ് അല്ലെങ്കിൽ അവസാനിക്കില്ലല്ലോ. അപ്പൊ അറിവ് എവിടെ അവസാനിക്കും? എവിടെയാണോ, എന്തറിഞ്ഞു കഴിഞ്ഞാലാണോ ഇനിയൊന്നും അറിയാൻ ബാക്കിയില്ലാത്തത്, യജ്ഞാത്വാ പുനർനേഹ ജ്ഞാതവ്യം അവശിഷ്യത്തെ. പീത്വാ പീയൂഷമൃതം പാതവ്യം ന അവശിഷ്യത്തെ. അമൃതം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കുടിക്കാനില്ല എന്നാണ്. അതുപോലെ ഈ ആത്മജ്ഞാനം എല്ലാ ജ്ഞാനത്തിന്റെയും അവസാനമാണ്. അതോടുകൂടെ
ബാക്കി ഒന്നും അറിയാനുള്ള ആഗ്രഹമില്ല. ബാക്കിയൊക്കെ അവിദ്യയുടെ കാറ്റഗറിയിൽ പെടും. അതുകൊണ്ട് തന്നെ ഈ വിദ്യ സർവവിദ്യാ പ്രതിഷ്ഠ, എല്ലാ വിദ്യകളുടെയും ഇരിപ്പിടമാണ്. ഈ ഒരു വിദ്യയില് ബാക്കിയൊക്കെ അടങ്ങി, എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയി പൂർണ്ണമായിട്ട്. അതുകൊണ്ടാണ് ഈ വിദ്യയെ അറിയുന്ന ആളെ സർവജ്ഞൻ എന്ന് വിളിക്കണത്. അല്ലാതെ സർവജ്ഞൻ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള എല്ലാ അവിദ്യാ വിഷയങ്ങളും അറിയുന്നവൻ എന്നർത്ഥമല്ല. ആത്മാവിനെ അറിഞ്ഞാൽ സർവജ്ഞനായി, തന്നെ അറിഞ്ഞാൽ സർവജ്ഞനായി. എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചത്തിനെ അറിഞ്ഞാൽ സർവജ്ഞനായി. അല്ലാതെ ഒരാൾക്ക് ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ കാര്യവും അറിയാൻ പറ്റുമോ? അറിഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത് പിടിക്കുന്നല്ലാതെ ആനന്ദമോ തൃപ്തിയോ സന്തോഷമോ ശാന്തിയോ ഒന്നും ഉണ്ടാവില്ല. ലോകത്തിലുള്ള സകല കാര്യങ്ങളും അറിയുകയാണെങ്കിൽ അയാൾക്ക് ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവുമോ അങ്ങനെയുള്ള അറിവ് കൊണ്ട്? അപ്പൊ അറിവിനെ വലുതെന്ന് പറയണത് ബാഹ്യമായ അറിവിനെയല്ല, ആത്മജ്ഞാനത്തിനെയാണ്. ആ ആത്മജ്ഞാനം ഉപനിഷത്തുകളാണ് പരമപ്രമാണമായിട്ടുള്ള പുസ്തകങ്ങള്, ശാസ്ത്രം. തുടർന്ന് അങ്ങനെ പരമ്പരകൾ വന്നു. അദ്വൈതജ്ഞാന പരമ്പരയിൽ ശ്രീശങ്കരന്റെ പ്രകരണഗ്രന്ഥങ്ങള്, ഭാഷ്യം, ഇതൊക്കെ തന്നെ ആത്മജ്ഞാനത്തിനുള്ള വഴികളാണ്. അതേ പരമ്പരയിൽ തന്നെയാണ് രമണ ഭഗവാനും വന്നത്. രമണ മഹർഷി 1950 വരെ അരുണാചലത്തില് 1896 മുതൽ 50 വർഷം അരുണാചലത്തിൽ തന്നെ വസിച്ചു. മഹർഷിയുടെ മുഖ്യ ഗ്രന്ഥങ്ങള് ഭക്തിപരമായിട്ടും ജ്ഞാനപരമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ജ്ഞാനപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, ഭക്തിപരമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ആദ്യം നോക്കിയാൽ അരുണാചല സ്തുതി പഞ്ചകം എന്ന 5 കൃതികളാണ് മുഖ്യമായിട്ട്. തമിഴിലാണ് ഈ 5ഉം. അഞ്ച് കൃതികളാണ്. അത് ഭക്തിയും ഭക്തി പ്രാമുഖ്യമുള്ളതാണ്. അതിലും ജ്ഞാനമുണ്ട്. ഭക്തി പ്രാമുഖ്യമുള്ളതാണ്. സംസ്കൃതത്തിലും അരുണാചല പഞ്ചരത്നമുണ്ട്. അല്ലാതെ ഇപ്പൊ പ്രസിദ്ധമായിട്ടുള്ളത് ചിന്മയാ മിഷനിലും ഒക്കെ പഠിപ്പിക്കുന്നതുണ്ട്. ഉപദേശസാരം, സദ്ദർശനം. അതിന് തമിഴിലും ഉപദേശസാരം ഉള്ളത് 40, ഉപദേശ ഉന്തിയാർ ഉള്ളത് 40. ഇതൊക്കെ മഹർഷി തന്നെ എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അതുകൂടാതെ മഹർഷിയുടെ ഉപദേശങ്ങളെ, വാക്കുകളെ വേറെ പലരും എഴുതിയിട്ടുണ്ട് ആ പരമ്പരയിൽ തന്നെ. മുഖ്യമായും ആ പരമ്പരയിൽ ആത്മജ്ഞാനം നേടിയവരായ ജ്ഞാനികളുടെ പരമ്പരയാണത്. ആ പരമ്പരയിൽ ജ്ഞാനികളായ പലരും ഉണ്ടായിട്ടുണ്ട്. അതിൽ വളരെ ഉത്തമ ശ്രേണിയിൽ അംഗീകരിക്കേണ്ട ആളാണ് മുരുകനാർ സ്വാമികൾ. മുരുകനാർ സ്വാമികൾ 1756 ശ്ലോകങ്ങളായിട്ട് ഗുരുവാചക കോവൈ എന്ന് തമിഴിലൊരു ഗ്രന്ഥം എഴുതി. അല്ലാതെ പാദമാലൈ, രമണപാദമാലൈ, ഇതൊക്കെ പറഞ്ഞ് 40,000 ശ്ലോകങ്ങൾ എഴുതി. തമിഴ് പാട്ടുകളായിട്ട് 40,000 പാട്ടുകള്. അതിൽ കുറേയൊക്കെ സ്തുതി കീർത്തനങ്ങളായിട്ടും, പിന്നെ കുറേയൊക്കെ സ്തോത്രങ്ങളായിട്ടുമൊക്കെ, പിന്നെ കുറേയൊക്കെ ഉപദേശ ഗ്രന്ഥങ്ങളായിട്ടും. അതേ പരമ്പരയിൽ വന്ന ആളാണ് ആചാര്യ ലക്ഷ്മണ ശർമ്മ. ലക്ഷ്മണ ശർമ്മ ഇന്നിപ്പോ ലോകത്തിൽ ലക്ഷ്മണ ശർമാവിന് 2 തരത്തിലാണ് പേരുള്ളത്. ഒന്ന് ആസ് ദ ഫാദർ ഓഫ് നാച്ചുറോപ്പതി, ഇന്ത്യൻ നാച്ചുറോപ്പതി.
നാച്ചുറോപ്പതി ഇന്ന് ഭാരതത്തില് പ്രചാരത്തിലുള്ളതിന് മൂലകാരണം അദ്ദേഹമാണ്. പുതുക്കോട്ടെ ലക്ഷ്മണ ശർമ്മ എന്നാണ് പറയുക അദ്ദേഹത്തിന്റെ പേര്. വേദാന്തജ്ഞാനത്തോടുകൂടെ നാച്ചുറൽ ലൈഫ്, പ്രകൃതി ജീവനവും ചേർന്നിരിക്കണു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വൈദികമായ ഋഷികൾ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ അദ്ദേഹത്തിൽ നിന്നാണ് നമ്മളുടെ കേരളത്തിലെ വർമാജിയൊക്കെ ആ പരമ്പരയിൽ വന്ന ആളുകളാണ്. ഒരു ജ്ഞാനത്തില് ജ്ഞാനം എല്ലാത്തിന്റെയും മൂലമാണെന്നുള്ളതിന് രമണ മഹർഷി തെളിവാണ്. മഹർഷിയുടെ ആത്മജ്ഞാനത്തോടൊപ്പം മഹർഷി ഒന്നും ചെയ്തില്ല. വളരെ കുറച്ച്, അതും ആളുകൾ എഴുതാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അല്പം എഴുതി, അല്ലെങ്കിൽ അടക്കി പിടിച്ച് മിണ്ടാതെ ഇരുന്നു. ആ ചുമ്മാ ഇരിക്കുന്നതിന് എത്ര പവർ ഉണ്ടെന്ന് വെച്ചാൽ, ആ ചുമ്മാ താൻ മൂലത്തിലിരുന്നു ഒരു വശത്ത് അതിപ്രാചീനമായ ശുദ്ധവിദ്യകളൊക്കെ എക്സ്പ്ലോഷനാണ്. ലക്ഷ്മണ ശർമാവിലൂടെ നാച്ചുറോപ്പതി, നാച്ചുറൽ ലൈഫ്, അത് വലിയൊരു ശാസ്ത്രമായിട്ട് തന്നെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തു. വേറെ ഒരു വശത്ത് ദൈവരാധന് കുറെ നഷ്ടപ്പെട്ടു പോയ ഋഗ്വേദ മന്ത്രങ്ങളൊക്കെ പ്രകാശിച്ചു. അതൊക്കെ ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്തു, ദൈവരാധ ശാഖ എന്ന് പറഞ്ഞിട്ട്. മന്ത്രങ്ങളൊക്കെ ഭാഷ്യത്തോടെ തന്നെ കാവ്യകണ്ഠ ഗണപതി മുനി എഴുതിയിട്ടുണ്ട്, ഭാഷ്യത്തോടെ. അപ്പൊ അതൊക്കെ വേറെ വിഷയം. അപ്പൊ ലക്ഷ്മണ ശർമാവിനെ ലോകത്തിൽ സാധാരണ അറിയണത് പ്രകൃതി ജീവനത്തിന്റെ ആചാര്യനായിട്ടാണ്. പ്രകൃതി ജീവനം, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകം ഇവിടെയും ലൈബ്രറിയിലുണ്ട്, പ്രാക്ടിക്കൽ നേച്ചർ ക്യൂർ, അല്ലെ അല്ലെ മാഷ? പ്രാക്ടിക്കൽ നേച്ചർ ക്യൂർ എന്ന് പറഞ്ഞ പുസ്തകം. അതിനെയാണ് ഇന്നൊക്കെ ഈ പ്രകൃതി ജീവനത്തിനെ ആശ്രയിക്കുന്നവരൊക്കെ ആശ്രയിക്കുന്നത് ആ പുസ്തകത്തിനെയാണ്. അദ്ദേഹം പറയുന്നത് പ്രകൃതിയെ ആശ്രയിച്ച് മനുഷ്യൻ ജീവിക്കുക, അതിന് എങ്ങനെ ജീവിക്കണം, എന്താണ് പ്രകൃതി, അവസാനം പ്രകൃതിയുടെ ലക്ഷ്യം ആത്മജ്ഞാനമാണ് എന്നുള്ളതിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രകൃതി ജീവനവും. അവസാന കാലം അദ്ദേഹം 1920കളിലാണ് മഹർഷിയുടെ അടുത്തേക്ക് വരുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് പ്രകൃതി ജീവനത്തിൽ പ്രവേശനം ഉണ്ടായിട്ടുണ്ട്. നോക്കണം, ആത്മജ്ഞാനം ഒരാളുടെ നാച്ചുറലായിട്ടുള്ള ക്യാരക്ടർ, സ്വഭാവത്തിനെ മാറ്റില്ല. ജ്ഞാനത്തിന് ശേഷം അയാൾ എന്ത് സ്വധർമ്മമാണോ ചെയ്യണത് അത് കൂടുതൽ ഭംഗിയായിട്ട് ലോകമംഗളത്തിനായിക്കൊണ്ട് വളരെ ഗംഭീരമായിട്ട് ചെയ്യും എന്നുള്ളതിന് തെളിവാണത്. ഒരാൾ ഏത് ഫീൽഡിലാണോ പ്രവർത്തിക്കുന്നത് ആ ഫീൽഡില് അയാൾക്ക് ജ്ഞാനം ഉണ്ടാവുകയാണെങ്കിൽ, ആത്മജ്ഞാനം ഉണ്ടായാൽ, ആ ഫീൽഡ് ലോകത്തിന് ഉപദ്രവമാവുന്ന ഫീൽഡാണെങ്കിൽ അത് വിട്ടുപോവുകയും, നിഷിദ്ധ കർമ്മമാണെങ്കിൽ പോവുകയും, സ്വധർമ്മമാണെങ്കിൽ ഭംഗിയായിട്ട് നിഷ്കാമ്യമായിട്ട് നിസ്സംഗമായിട്ട് ലോകത്തിന് മുഴുവൻ ഹിതം ചെയ്യുന്ന വിധത്തിൽ ആ കർമ്മം പ്രകാശിക്കുകയും ചെയ്യും. ഇദ്ദേഹം മഹർഷിയുടെ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ നേച്ചർ ക്യൂറിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഒക്കെ സ്വന്തം ആവശ്യം കൊണ്ട് വന്നതാണ്. ശരീരത്തിൽ വളരെ രോഗങ്ങൾ വന്നു, അലോപ്പതി കൊണ്ട് പ്രയോജനപ്പെടാതെ വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ശ്രമിച്ചു നോക്കിയതാണ് ഈ ഒരു വിദ്യ. ആ സമയത്താണ് മഹർഷിയുടെ അടുത്തേക്ക് വരണതും. മഹർഷിയുടെ അടുത്ത് തന്നെ ഇരുന്ന് രമണ ഭഗവാന്റെ ഉള്ളത് 40 എന്ന ഗ്രന്ഥം തമിഴില് മൂലത്തിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് വേദാന്തത്തിന്റെ ഒരു പുതിയ മാർഗമാണെന്ന് കണ്ട അദ്ദേഹം തന്നെ ആ ഉള്ളത് 40 സംസ്കൃതത്തിലാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് സംസ്കൃതം കുറച്ച് വിഷമിച്ച്, സാഹിത്യവും വ്യാകരണവും ഒക്കെ അറിയാമെങ്കിലും നാച്ചുറലായിട്ട് പോയിട്രി വരാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ എഴുതി തുടങ്ങി ഇത്തിരി വിഷമിച്ചു. അത് നേരെ ആവക്കാനായിട്ട് കാവ്യകണ്ഠ ഗണപതി മുനിയുടെ അടുത്ത് കൊടുത്തു. അപ്പൊ കാവ്യകണ്ഠൻ പറഞ്ഞു, ഇതിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, ഇത് ശരിയാക്കണമെങ്കിൽ ഞാൻ പുതിയതായിട്ട് എഴുതി തരാം എന്ന് പറഞ്ഞിട്ടാണ് സദ്ദർശനം എഴുതിയത്. അതിന് മൂലകാരണം ഇദ്ദേഹമാണ്, ലക്ഷ്മണ ശർമാവാണ്.
അദ്ദേഹമാണ് ആദ്യം എഴുതിയത്. അദ്ദേഹം എഴുതിയ പുസ്തകവും ഇന്ന് അവൈലബിൾ ആണ്, രമണഹൃദയം എന്ന് പറഞ്ഞിട്ട്. ഈ ഉള്ളത് 40 ട്രാൻസ്ലേഷൻ അദ്ദേഹം തന്നെയാണ്. പിന്നെ അതിനുശേഷം അനേകം പുസ്തകങ്ങൾ സംസ്കൃതത്തിൽ എഴുതി. അരുണാചല പഞ്ചരത്ന വാർത്തികം എന്ന് പറഞ്ഞ് എഴുതി. നാച്ചുറൽ ലൈഫിനെ കുറിച്ച് തന്നെ സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തില് നാച്ചുറൽ ലൈഫിനെ കുറിച്ച് ഒരു പുസ്തകം, സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ. അതിവിടെ ഉണ്ടോന്ന് നോക്കണം, ലൈബ്രറിയിൽ ഉണ്ടോന്ന് നോക്കൂ. അതായത് സ്വയമേവ ആരോഗ്യം ഉണ്ടാക്കാനായിട്ടുള്ള വിദ്യ, സംസ്കൃത ശ്ലോക രൂപത്തിൽ അതൊരു പുസ്തകമാക്കി, സ്വാധീന സ്വാസ്ഥ്യ മഹാവിദ്യ. പിന്നീട് അനേക പുസ്തകങ്ങളും സ്തോത്രങ്ങളും എഴുതി, മധുരമായ സ്തോത്രങ്ങൾ. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ അവസാനത്തെ ഗ്രന്ഥമാണോ എന്നറിയില്ല. അന്ന് കാലത്ത് സ്വാമി രാജേശ്വരാനന്ദ എന്ന് പറയുന്ന ഒരു സന്യാസിയും ചിന്മയാനന്ദ സ്വാമി ചിന്മയാ മിഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹവും കൂടെ ചേർന്നിട്ട് കോൾ ഡിവൈൻ എന്നൊരു മാഗസിൻ നടത്തിക്കൊണ്ടിരുന്നു, ഒരു മാസിക. ആ മാസികയില് ഈ രമണ പരവിദ്യോപനിഷത്ത് കുറച്ചു കുറച്ചായിട്ട് അവരിട്ടുകൊണ്ടിരുന്നു. അങ്ങനെയാണ് അത് ആദ്യം വന്നത് പ്രിന്റിൽ. പക്ഷെ ലക്ഷ്മണ ശർമ്മ എഴുതുക എന്നല്ലാതെ അന്നത്തെ കാലത്ത് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്യണതിനെ കുറിച്ച് ആലോചിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ പേരക്കുട്ടികള് എപ്പോഴും ആശ്രമത്തിലേക്ക് വരും. അവരൊക്കെ പറയും, ഞങ്ങളെയൊക്കെ ചിലപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തി ഇന്ന ആളുടെ മക്കളാണെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്യണ്ടോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമാണെന്നാണ്. അത്ര കണ്ട് നിസ്സംഗനായിരുന്നു അത്രയും. വീട്ടില് എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കും, ഒരു മുറിയിലിരിക്കും, ഒരു ഭിക്ഷാപാത്രം കൊണ്ടുവന്ന് വീട്ടിൽ നിന്ന് തന്നെ ഭിക്ഷ വാങ്ങിച്ചുകൊണ്ടുപോയി കഴിക്കുന്നതാണ്. ഒന്നിലും പെട്ടിരുന്നില്ല. പഴയ കാലത്തെ ഋഷികളെ പോലെ യാതൊരു സംഘമില്ലാത്ത ജീവിതമാണ് അവസാന കാലത്ത് നയിച്ചിരുന്നത്. അവസാന കാലത്തെന്നല്ല, മഹർഷിയുടെ അടുത്ത് വന്ന ശേഷം തന്നെ കുറെ കാലം ആശ്രമത്തിൽ തന്നെ താമസിച്ചു, 10-20 വർഷത്തോളം. പിന്നെ അവസാന കാലം അദ്ദേഹം പുതുക്കോട്ടയിൽ പോയി കഴിച്ചു. 1963 വരെയോ മറ്റോ ജീവിച്ചിട്ടുണ്ട് അദ്ദേഹം, 65 വരെ, 85 വയസ്സ്. അപ്പൊ അതിന്റെ ഇടയിൽ എഴുതിയതാണ് ഈ രമണ പരാവിദ്യോപനിഷത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതിൽ മുഴുവൻ രമണ ഭഗവാന്റെ ഉപദേശം, മഹർഷിയുടെ തന്നെ വാക്കുകളാണ്, ലക്ഷ്മണ ശർമ്മയുടെ വാക്കുകളല്ല. ഭഗവാൻ തന്നെ പല സമയത്ത് പറഞ്ഞതിനെ ശ്ലോകരൂപത്തിലാക്കിയതാണ്. ഇതിൽ ലേറ്റർ വർക്കാണ്, അതുകൊണ്ട് ഇതില് പോയറ്റിക്കലായിട്ടും ഒരു എക്സലൻസ് കാണാം. ഉപദേശത്തിലും വളരെ ക്ലിയർ ആയിട്ട് ക്ലാരിറ്റി അത്ര കണ്ടുണ്ട്. ഒരേ ഉപദേശമാണ്. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ഒരു വർക്ക്, ഒരു പുസ്തകമുണ്ട് ഇംഗ്ലീഷില്, മഹായോഗം എന്ന് പറഞ്ഞിട്ട്, മഹായോഗ എന്ന് പറഞ്ഞിട്ട് രമണാശ്രമം പബ്ലിക്കേഷനിലുണ്ട്. അത് കുറച്ച് ഇന്റലക്ച്വൽ വർക്കാണ്, എന്നാലും അതിൽ ഒരുപാട് ക്ലാരിറ്റി അദ്ദേഹം തരുന്നുണ്ട്. ആരാണ് ജ്ഞാനി, ഋഷി, സേജ്, സെയിന്റ് ആൻഡ് സിദ്ധ എന്ന് 3 കാറ്റഗറിയിൽ അദ്ദേഹം പിരിക്കുന്നുണ്ട്. ലോകത്തിലെ സാധാരണ ജനങ്ങൾ ഈ 3 പേരെയും ഒരേ കൂട്ടത്തിലാണ് പെടുത്താറ്. അതിൽ ലക്ഷ്മണ ശർമ്മ പറയണ്ട്, പരമപ്രമാണമായിട്ട് യു ഹാവ് ടു ടേക്ക് ഓൺലി ദ സേജ്. ജ്ഞാനിയെ മാത്രമേ പരമപ്രമാണമായിട്ട് ശാസ്ത്രീയമായി വഴികാട്ടിയായി എടുക്കാൻ പാടുള്ളൂ. സെയിൻസ് ഉണ്ടാവും, അതായത് അവര് സാത്വികന്മാരായിരിക്കും, ഭക്തന്മാരായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് അവരിൽ ജ്ഞാനവും പ്രകാശിക്കും. അതുകൊണ്ട് അവരും വഴി കാണിക്കാൻ യോഗ്യതയുള്ളവരാണ്. എങ്കിലും പ്രാമാണികമായിട്ട് എടുക്കേണ്ടത് ജ്ഞാനിയെ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ ജ്ഞാനി അയാളുടെ വ്യക്തിത്വമേ ഇല്ല, അവിടെ ഇൻഫാലിബിൾ ആണ്, തെറ്റുപറ്റില്ല, ഉപനിഷത്താണ് അയാൾ. സെയിന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സന്തുക്കൾ എന്ന് നമ്മൾ ലോകത്തിൽ പറയുന്നു. ഭക്തി ഉണ്ടാവും അവരിൽ, ജ്ഞാനവും ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് സാമാന്യ മനുഷ്യരായിട്ടും തീരും അവര്.
അതുകൊണ്ട് എപ്പോഴാ പറയണതാണ് അവർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയണതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചിലപ്പോ സാധാരണ മനുഷ്യതലത്തൊന്നും പറയും, ചിലപ്പോ ഭക്തിയുടെ ഭാവത്തിൽ പറയും, ചിലപ്പോ ജ്ഞാനസ്ഥിതിയിൽ നിന്നും പറയും. അങ്ങനെ ഒരു കാറ്റഗറി. മൂന്നാമത്തെ അദ്ദേഹം പറഞ്ഞ സിദ്ധന്മാരെ അദ്ദേഹം പെടുത്തണത് അനുകരിക്കാനേ പാടില്ല, അവര് പറയണത് കാര്യമായിട്ട് എടുക്കാനും പാടില്ല എന്നാണ്. സാധാരണ ലോകത്തിലുള്ളവർക്ക് ഈ ലോകം സത്യമാണ്, ഈ ലോകത്തിനെ കടന്ന് ജ്ഞാനത്തിലേക്ക് പോണം. സിദ്ധന്മാർക്ക് അവർ കാണുന്ന ലോകങ്ങളൊക്കെ സത്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിനേക്കാളും കൂടുതൽ മായ അവർക്കുണ്ടെന്നാണ്, ഒരുപാട് ഭ്രമങ്ങൾ അവർക്കുണ്ടെന്ന്. ഇങ്ങനെ ഒരുപാട് അദ്ദേഹം സൂക്ഷ്മ വിഷയങ്ങളെ പറയണ്ട ആ പുസ്തകത്തില്, മഹായോഗം എന്ന് പറയണം. അതേപോലെ ഈ ആത്മവിചാര മാർഗത്തിന് ഒരു വലിയ തെളിവ് തരുന്നുണ്ടത്. അതൊക്കെ ആ ശരിക്കും ആ മഹായോഗം നല്ലവണ്ണം ഒന്ന് പഠിച്ചാൽ വഴിതെറ്റിപ്പോയില്ല. പക്ഷെ അത് ആവശ്യമില്ല എല്ലാവർക്കും ഒന്നും, ഒരു ഇന്റലക്ച്വൽ വർക്കാണ്. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ശരിക്കും മാസ്റ്റർ പീസ് എന്ന് പറയേണ്ടത് ഈ പരാവിദ്യോപനിഷത്താണ്. അത് ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോഴാണ് പ്രകാശിപ്പിച്ചിരിക്കുന്നത്. അത് പ്രിന്റിലുണ്ടായിരുന്നില്ല, അത് ഇപ്പോഴാണ് പ്രിന്റഡ് ഫോമിൽ വന്നിരിക്കുന്നത് ആ പുസ്തകം. എല്ലാ ഗ്രന്ഥങ്ങളും ഒക്കെ പ്രകാശിക്കാനൊക്കെ കാലമെടുക്കും. ഭാഗവതം തന്നെ പ്രകാശിക്കാൻ വളരെ കാലം എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ശങ്കരാചാര്യരുടെ കാലത്തൊന്നും ഭാഗവതം അറിയപ്പെട്ടിട്ടില്ല. നമ്മൾ വ്യാസൻ എഴുതി എന്നൊക്കെ പറയുകയാണെങ്കിലും ശ്രീശങ്കരൻ ഭാഗവതത്തിനെ അറിഞ്ഞതായിട്ട് ഒരിടത്തും മിണ്ടണേയില്ല. ഭാഷ്യത്തിൽ ഒരിടത്തും ഉദ്ധരിച്ചിട്ടില്ല, ഒരിടത്തും മിണ്ടിയിട്ടില്ല ഭാഗവതത്തിനെ. എന്തിനു പറയണു, രാമാനുജനും മിണ്ടിയിട്ടില്ല. അവരൊക്കെ വിഷ്ണു പുരാണവും ഭാരതവുമേ ഉദ്ധരിക്കണുള്ളൂ. മാധ്വൻ എടുത്ത് ധാരാളം പറയണുണ്ട്. അപ്പൊ പറയണത് ഗോപദേവൻ എന്ന് പറയുന്ന ഒരാൾക്ക് പിന്നീട് ഈ ഭാഗവതം കിട്ടിയതാണ്, പ്രകാശിപ്പിച്ചു എന്നാണ്. അദ്ദേഹത്തിലൂടെ അത് പ്രകാശിച്ചു ലോകത്തില് എന്നൊക്കെയാണ് പറയണത്. എന്തായാലും അതിന്റെ പൂർവാപരമൊന്നും നമുക്കറിയില്ലെങ്കിലും എത്ര ഉയർന്ന വിഷയവും ലോകത്തിൽ പ്രകാശിക്കാൻ ഒരു സമയമുണ്ട്. എല്ലാം അതിന്റെ കാലത്ത് തന്നെ ഒന്നും പ്രകാശിക്കില്ല. രാമകൃഷ്ണ പരമഹംസർ ജീവിച്ചിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ രാമചന്ദ്ര ദത്ത രാമകൃഷ്ണ പരമഹംസരെ കുറിച്ച് പുസ്തകം എഴുതി തുടങ്ങി. അപ്പൊ ആരോ രാമകൃഷ്ണ പരമഹംസരോട് പറഞ്ഞു, നിങ്ങളെ കുറിച്ച് രാമചന്ദ്ര ദത്ത പുസ്തകം എഴുതുന്നുണ്ട്. അപ്പൊ രാമകൃഷ്ണദേവൻ പറഞ്ഞു, ആര് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ എഴുതട്ടെ, ഒന്നും ഇപ്പൊ പ്രചരിക്കില്ല, അതിന് സമയമായിട്ടില്ല. അതിന്റെ സമയമാകുമ്പോ നിങ്ങൾ എഴുതിയതൊക്കെ കല്ലിന്റെ അടിയിൽ പുഴത്തി വെച്ചാലും പുറത്തേക്ക് വരും. ഇപ്പൊ അത് പ്രചരിക്കാനുള്ള സമയമായിട്ടില്ല. അതുപോലെ ഈ ഗ്രന്ഥം, ഈ ദിവ്യഗ്രന്ഥം പ്രചരിക്കാൻ ഇനി സമയം ഇപ്പോഴേ വന്നുള്ളൂ. ഒരുപക്ഷെ ഇതുവരെ ഇത് ആരും പ്രഭാഷണത്തിനൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, എവിടെയും പുറത്തു വന്നിട്ടുണ്ടാവില്ല. അതിനെ അരങ്ങേറ്റാൻ ഈ ഒരു സ്ഥലം അതിന് ഭാഗ്യം ചെയ്തിരിക്കണമെന്ന് പറയാം. അങ്ങനെ അപൂർവമായ ഒരു സന്ദർഭത്തിലാണ് ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നതും. ആദ്യമായിട്ടത് പ്രകാശിക്കുകയാണ് എന്ന് പറയാം. ഈ ഗ്രന്ഥം വേറെ ഒരിടത്തും പ്രചരിച്ചോ പ്രഭാഷണത്തിന് വിഷയമാവുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ലക്ഷ്മണ ശർമാവിന്റെ കൃതിയാണ് ഈ പരാവിദ്യോപനിഷത്ത്. അതിൽ 701 ശ്ലോകങ്ങളാണ്. ആദ്യത്തെ ശ്ലോകം ധ്യാന ശ്ലോകമാണ്. ആ ധ്യാന ശ്ലോകത്തിൽ തന്നെ താൻ പറയാണ്ട വിഷയമൊക്കെ അടക്കി കഴിഞ്ഞു. ഭാഗവതത്തിലെ എങ്ങനെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭാഗവതം മുഴുവൻ അടക്കിയിരിക്കുന്നു എന്ന് പറയണു, അതുപോലെ ഈ പരാവിദ്യോപനിഷത്തിലും ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മവിദ്യ മുഴുവൻ അടക്കമാണ്. അഹം സ്വരൂപേണ സമസ്തജന്തോഹോ വിഭന്തം അന്തർവിഭും അപ്രമേയം ഗുരും ഗുരുണാം അജമാദിദേവം വന്ദാമഹേ ശ്രീരമണം ദയാബ്ധിം.
രമണ മഹർഷിയെ സ്മരിക്കുകയാണ്. പക്ഷേ രമണ മഹർഷി ഒരു പേഴ്സണായിട്ടല്ല. ആദിശങ്കര ഭഗവത്പാദർ ഗോവിന്ദ ഭഗവത്പാദരെ ധ്യാനിച്ച് ഒരു വ്യക്തിയായിട്ടല്ല. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. അവിടെ വ്യക്തിയല്ലേ അവിടെ. അതുപോലെ ആരാണ് രമണൻ? രമണ മഹർഷി തന്നെ അത് എഴുതിയ ഒരു ശ്ലോകം. രമണ മഹർഷിയുടെ അടുത്ത് നാരായണ ഗുരുവിന്റെ ശിഷ്യൻ അമൃതനാഥ യതീന്ദ്രൻ എന്ന് പറയുന്ന ശിഷ്യൻ, നാരായണ ഗുരുവിന്റെ കുറെ ശിഷ്യന്മാര് മഹർഷിയുടെ അടുത്ത് വല്ലാതെ ആകർഷിക്കപ്പെട്ടിരുന്നു. ഗോവിന്ദാനന്ദൻ, ശങ്കരാനന്ദൻ, അമൃതനാഥ യതീന്ദ്രൻ ഇവരൊക്കെ വളരെ ആകർഷിക്കപ്പെട്ടിരുന്നു. ഈ ഗോവിന്ദാനന്ദൻ എന്ന് പറയുന്ന ശിഷ്യനെ കുറിച്ച് നാരായണ ഗുരു പറയത്രേ, കുറച്ചു ദിവസം അയാളെ കണ്ടിട്ടില്ലെങ്കിൽ, എവിടെയും കണ്ടില്ലെങ്കിൽ നാരായണ ഗുരു പറയത്രേ, എവിടെയെങ്കിലും അവനൊരു 5 രൂപ കിട്ടിയിട്ടുണ്ടാവും, അതും കൊണ്ട് തിരുവണ്ണാമലയ്ക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയത്രേ. അവരൊക്കെ വളരെ ആകൃഷ്ടരായി. അപ്പൊ ഈ അമൃതനാഥ യതീന്ദ്രൻ വലിയ യോഗിയായിരുന്നു, സിദ്ധപുരുഷനായി. അദ്ദേഹം രമണ ഭഗവാനെ ആശ്ചര്യമായിട്ട് അങ്ങനെ നോക്കിയിരിക്കും. സ്പിരിച്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മഹർഷിയിൽ അറിയാം. എന്താന്ന് വെച്ചാൽ ജയൻസ്, വളരെ വലിയ വലിയ സ്ഥിതിയിലുള്ള ആളുകൾ, കാവ്യകണ്ഠ ഗണപതി മുനിയെ പോലെ മഹായോഗികള്, പണ്ഡിതന്മാർ, ലക്ഷ്മണ ശർമ്മ, മുരുകനാർ സ്വാമി മഹാപണ്ഡിതൻ തമിഴില്, വലിയ വലിയ സ്കോളേഴ്സ്, വെസ്റ്റേൺ സ്കോളേഴ്സ് ഒക്കെ നായ്ക്കുട്ടികളെ, പൂച്ചക്കുട്ടികളെ പോലെ മുമ്പിൽ വന്നിരിക്കുകയാണ്. മഹർഷിയുടെ അടുത്ത് എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ പഠിപ്പില്ല. എന്നാ പഠിപ്പില്ലെങ്കിലും ചിലർക്കൊക്കെ, രാമകൃഷ്ണദേവനെങ്കിലും പഠിപ്പില്ലെങ്കിലും കേശവചന്ദ്രസേനൊക്കെ ആശ്ചര്യപ്പെട്ടു പോവാൻ കാരണം അങ്ങനെ അനർഗളമായി ഗംഗാപ്രവാഹം പോലെ വാക്കുകൾ ഒഴുകുകയാണ്, ആശയങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു വരികയാണ്. അതൊക്കെ കണ്ടാണ് കേശവചന്ദ്രസേന ആശ്ചര്യപ്പെട്ടത് രാമകൃഷ്ണദേവനെ. രമണ ഭഗവാന്റെ അടുത്ത് അതുമില്ല. എന്നാൽ വല്ല ഭക്തി വല്ലതുമൊക്കെ കണ്ണീര് വിടുകയോ അങ്ങനെ വല്ലതും കൊണ്ട് അതുമില്ല. അതാണ് മുരുകനാർ സ്വാമി പറഞ്ഞത്, എന്ത് കണ്ടിട്ടാ ഈ ആളുകൾ ഈ കോവണത്താണ്ടിയുടെ പുറകെ ഓടി നടക്കണത്? വെറും കോണകം എടുത്തിരിക്കണ ഒരാള് പുറമേക്ക് ഒന്നും പ്രകടിപ്പിക്കണില്ല, ഒന്നും മിണ്ടണില്ല. എന്നാ മിണ്ടാതിരിക്കണത് കൊണ്ട് ചിലപ്പോ സാമർത്ഥ്യമായി കാര്യം നടക്കണം. എത്ര പേരും മിണ്ടാതിരിക്കണു സിദ്ധന്മാര്? അവിടെ ഒന്നുമില്ല. ഈ കാണുന്നവരും ഈ പണ്ഡിതന്മാരായിട്ടുള്ളവരും സ്കോളേഴ്സ് ആയിട്ടുള്ളവരും ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ളവരും ഇവരൊക്കെ കണ്ട് ഓടിപ്പോണത് എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടല്ല, അവര് വാസ്തവത്തിൽ എന്തോ കിട്ടിയിട്ടാണ് പോണത്. അരുവിയായി പെരുകും അരുൾ എന്ന് പറഞ്ഞു പാടി അദ്ദേഹം. അപ്പൊ ആ മിണ്ടാതിരിക്കുന്നു, കേവലം ആ ഇരുപ്പ്, തന്നിലിരിക്കുന്ന ഇരുപ്പ് തന്റെ സ്വരൂപസ്ഥിതിയാണ്. ആ സ്വരൂപസ്ഥിതി കണ്ടിട്ടാണ് ഇവര് മുഴുവൻ പോണതേ, വേറൊന്നുമല്ല. ആ തന്നിലടങ്ങിയിരിക്കുന്ന അധ്യാത്മം എന്ന് എന്തിനെ നമ്മൾ വിളിക്കണോ, ആ റെയർ തിങ് വിച്ച് ഈസ് നോട്ട് പാൾപ്പബിൾ, നമുക്ക് എന്താന്ന് പറയാൻ വയ്യ. നമ്മൾ കരിഷ്മ എന്ന് പറയുമല്ലോ, ആകർഷണം. ആകർഷണം പലതരത്തിലുണ്ട്, അത് യോഗികൾക്കേ മനസ്സിലാവുള്ളൂ. ആകർഷണം പ്യുവർലി ഫിസിക്കലായിട്ട് ആകർഷണമുണ്ട്. ആകർഷിക്കപ്പെടുന്നതൊക്കെ സ്പിരിച്വൽ അല്ല. ആളുകള് അവരിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു എലമെന്റ് പുറത്ത് കാണുമ്പോഴാണ് ആകർഷിക്കപ്പെടുന്നത്. അത് വളരെ സൂക്ഷ്മമാണ്. അവരിൽ ഉള്ളിലുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എലമെന്റ് പുറത്ത് കണ്ടിട്ടാണ് ആകർഷിക്കപ്പെടുന്നത്. സംഗീത വാസനയുള്ളവൻ സംഗീതം കാണുമ്പോൾ കേൾക്കുമ്പോൾ ആകർഷിക്കപ്പെടും. സംഗീത വാസനയെ ഇല്ലാത്ത ഒരാൾ അത് കേൾക്കുമ്പോൾ എന്താ എത്ര നേരമായിട്ട് ഈ വായ തൊള്ള തുറക്കണമെന്ന് പറയും. സിനിമ ആക്ടേഴ്സിന്റെ പുറകിൽ എത്ര ആകർഷണ അല്ലേ? അത്രയൊക്കെ ആകർഷണം രമണ മഹർഷിക്ക് ഉണ്ടായിരുന്നോ? രാമകൃഷ്ണ പരമഹംസർക്കുണ്ട്? ആരും ഉണ്ടായിരുന്നില്ല. രമണ മഹർഷിയുടെ മുമ്പിലോ മറ്റൊക്കെ 10 പേരോ 20 പേരോ അത്രയോ. അങ്ങനെ പറയുമ്പോ അവരൊന്നും കരിഷ്മാറ്റിക് അല്ല. രാഷ്ട്രീയക്കാർക്കും ഒരു കരിഷ്മ ഉണ്ട്. നെഗറ്റീവ് എനർജി ഉണ്ടാക്കാനും കഴിയും ഈ കരിഷ്മാവിന്. ആകർഷണം എന്ന് പറയുന്നതിന്, അതും ആളുകൾ കൂടുന്തോറും ആ എനർജി പവർ കൂടും അവർക്ക്.
അപ്പോ എല്ലാ ആകർഷണവും ദിവ്യമല്ല. ആകർഷണം അവരവരുടെ ഉള്ളിലുള്ള എലമെന്റിനനുസരിച്ചാണ് പുറത്ത് ആകർഷണം. ഹിരണ്യകശിപുവിന് ഒരു പവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ ആകർഷണമുണ്ട്. യോഗികൾ, സിദ്ധന്മാർ, അവർക്കൊരു ആകർഷണമുണ്ട്. അവരുടെ ആകർഷണ വലയത്തിലും ധാരാളം ജനങ്ങൾ പെടും. എന്തിനാന്നൊന്നും അറിയില്ല, ചുമ്മാ ഇവിടെ ഒരു രസം അവർക്കുണ്ടാവും, ഒരു ആനന്ദം ഉണ്ടാവും, ഒരു ഹൈറ്റ് ഓഫ് അവയർനെസ് തത്കാലത്തേക്ക്. മഹർഷിയുടെ അടുത്തോ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തോ ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ആകർഷണമല്ല. അവിടെ പ്യൂരിറ്റി, പരിശുദ്ധി, വൈരാഗ്യം, ജ്ഞാനം, ഭക്തി, തപസ്, അതിന് പക്വമായിട്ടുള്ളവരാണ് ആകർഷിക്കപ്പെട്ടത്. ആ ആകർഷിക്കപ്പെടുന്നവർക്ക് ഇന്നലെ പറഞ്ഞ പോലെ ത്വം ബ്രഹ്മ പരമം വ്യോമ, ആ ഗുരുവിനെ വ്യക്തിയായിട്ട് അവർ കാണുന്നില്ല, അത് പൂർണ്ണ വസ്തുവാണെന്നാണ് കാണുന്നത്. ആ പൂർണ്ണ വസ്തുവാണെന്നുള്ള കാഴ്ച ഉണ്ടല്ലോ, എത്ര വർഷം കഴിഞ്ഞാലും പോവില്ല. ഞാനിപ്പോ കാഞ്ചിയിൽ പോയൊരു 3 ദിവസം പ്രഭാഷണം ഉണ്ടായിരുന്നു, കാഞ്ചി മഠത്തില്. അപ്പൊ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പരമാചാര്യരുടെ അടുത്ത് സംഘം ഉണ്ടായിരുന്ന ഒരുപാട് പേര്. അവിടെ പോയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും അറിയില്ല നമുക്ക്. എത്രയോ പേര് ഇന്നും അവർക്ക് ആ ലഹരി തീർന്നിട്ടേ ഇല്ല. അദ്ദേഹം സമാധിയായി എത്രയോ വർഷമായി. ഇന്നും അദ്ദേഹത്തിനെ കണ്ട ലഹരി ഇനിയും അവർക്കൊന്നും തീർന്നിട്ടില്ല. ഓരോ കാര്യങ്ങളിൽ അത് ഓർഡിനറി സാധാരണമായ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു വലയത്തിൽ പെട്ടാൽ അത് നിൽക്കില്ല. കുറച്ചു വർഷങ്ങളിലേക്ക് വേണമെങ്കിൽ അതൊരു ഉണ്ടാവുന്നല്ലാതെ, കുറച്ച് ദിവസം ഉണ്ടാവുന്നല്ലാതെ, അവരുടെ മരണത്തിന് ശേഷവും ആ ലഹരി അതുകൊണ്ട് അത് എന്ത് കാണിക്കണമെന്ന് വെച്ചാൽ അവർ കണ്ടത് ശരീരത്തിനെ അല്ല, ആത്മാവിനെയാണ്. എനിക്ക് ആശ്ചര്യം തോന്നിയത്, മഠത്തിലും മറ്റുമൊക്കെ ഇത്രയൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായതൊന്നും അവരെ ഒന്നും അഫക്ട് ചെയ്തിട്ടേ ഇല്ല. അവരുടെ അതേ ലോകത്തിലാണ് എപ്പോഴും ഇരിക്കുന്നത്. ആ കരിഷ്മ, അത്തരത്തിലുള്ള ഒരു ആകർഷണം, അത് ശരീരത്തിന്റെയോ മനസ്സിന്റെയോ ബുദ്ധിയുടെയോ പേഴ്സണാലിറ്റിയുടെയോ ഒന്നുമല്ല. ഇറ്റ് കംസ് ഡയറക്ട്ലി ഫ്രം ദ ഇംപേഴ്സണൽ സെന്റർ. അത് ഈശ്വരന്റെ ആകർഷണമാണ്. ഗോപസ്ത്രീകൾക്ക് ഭഗവാനോടുണ്ടായ ആകർഷണം നമ്മൾ ഭാഗവതത്തിൽ പറയണം. അത് ഭാഗവതത്തോട് കഴിഞ്ഞില്ല. എല്ലാ ജീവൻ മുക്തന്മാരുടെ ജ്ഞാനികളുടെ അടുത്തും അതിന്റെ തുടർവ് നമുക്ക് കാണാം. അപ്പൊ ഈ അമൃതനാഥ യതീന്ദ്രൻ രമണ ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരിക്കും, മെസ്മറൈസ്ഡ് ആയിട്ട്. കനകമ്മാളുണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ അമ്മ. നിങ്ങളൊക്കെ പോയപ്പോ കണ്ടു അല്ലേ? അവര് പറയും, എന്താ ചെയ്യാ, മഹർഷി ഉള്ള കാലത്ത് ഒരു പുസ്തകം ഞങ്ങൾ പഠിക്കില്ല, ഒരു ശാസ്ത്രം പഠിക്കുകയോ ഒരു സ്പെഷ്യൽ സാധന ചെയ്യുകയോ ഒന്നിനും സമയം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ രാവിലെ നേരത്തെ ഒരു പാചകം ചെയ്ത് വെച്ചിട്ട്, അല്ല കഞ്ഞിയോ വലുതോ ഒക്കെ വെച്ചിട്ട് ഓടുകയാണ് അവിടെ പോയിട്ട് ഇരിക്കാൻ. അവിടെ അദ്ദേഹം എന്തു പറയണു? ഒന്നുമില്ല, അല്ലേന്ന് വരും, അവിടെ വന്ന് ഇരിക്കും. സ്പെഷ്യലായിട്ടൊരു ഫംഗ്ഷൻ ഇല്ല. ആശ്രമങ്ങളിലൊക്കെ നോക്കണം, ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടത്തിയിട്ട് ആളുകളെ എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ്. പലരും അത് ന്യായീകരണമായിട്ട് പറയാണ്. ആശ്രമങ്ങളിലൊക്കെ വരുമ്പോ എത്ര നേരം ധ്യാനിക്കും, എത്ര നേരം ജപിക്കും, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് വേണ്ടേ, അതുകൊണ്ട് തോട്ടം നനയ്ക്കുക, വേലി കെട്ടുക, പ്രൂഫ് റീഡിംഗ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻഗേജ്മെന്റ് ആണ്. അതിന്റെ അർത്ഥം തന്നെ ആ സ്പിരിച്വൽ എലമെന്റ് അവിടെ ഇല്ല എന്നാണ്. ആ സ്പിരിച്വൽ എലമെന്റ് ഉള്ളപ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ്. കനകമ്മ പറയും, രാവിലെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല, അവിടെ പോയി ഇരിക്കും. സമയവും അറിയില്ല, വെളിച്ചാവണതും അറിയില്ല, രാത്രിയാവണതും അറിയില്ല, കാര്യമായിട്ടൊരു ഫംഗ്ഷനും ഉണ്ടാവില്ല. ഇപ്പോഴും ആശ്രമത്തിന് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം. സ്പെഷ്യലായിട്ട് ഒരു എൻഗേജ്മെന്റും വേണ്ട. അതാണ് അധ്യാത്മം എന്ന് പറയുന്നത്. അത് സമയത്തിനെയൊക്കെ വിഴുങ്ങിക്കളയും, കർത്തൃത്വ ഭോക്തൃത്വങ്ങളെ കർമ്മത്തിനെയൊക്കെ വിഴുങ്ങിക്കളയും. ഈ അമൃതനാഥ യതീന്ദ്രൻ മലയാളത്തിലൊരു ശ്ലോകം എഴുതിയിട്ട് ഭഗവാന്റെ അടുത്ത് കൊടുത്തു. അതില് ഭഗവാന്റെ അടുത്ത് ചോദിക്കാണ്, അങ്ങ് ആരാണ്? ഹരിയോ ശിവഗുരുവോ യതിവരനോ? നമ്മൾക്ക് സാധാരണ തോന്നുമല്ലോ,
ഒരു വ്യക്തിയിൽ ഇത്രയധികം പ്രഭാവം ഉണ്ടാവുമോ? നമ്മളുടെ ഉള്ളിലുള്ള സ്വരൂപത്തിന്റെ പ്രഭാവം നമ്മളെ ഊഹിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ സ്വരൂപം ആരിലെങ്കിലുമൊക്കെ പ്രകാശിക്കുമ്പോ അവര് സാധാരണ മനുഷ്യരല്ല. അതാണ് നമ്മളുടെ ഒരു വിദ്യ. അവര് ശിവനാണ്, അല്ലെങ്കിൽ വിഷ്ണുവാണ്, സുബ്രഹ്മണ്യനാണ്, എന്തെങ്കിലുമൊക്കെ പറയും. അപ്പോ അമൃതനാഥ യതീന്ദ്രൻ എഴുതിയിട്ട് ചോദിച്ചത് അങ്ങനെയാണ്, അവിടുന്ന് ആരാണ്? ഹരിയോ ശിവഗുരുവോ യതിവരനോ അറിവാനൊരു കുതുകം മമ ഹൃദയേ ഗുരുമഹിമാം. അവിടുന്ന് ആരാണെന്ന് അറിയാൻ എനിക്കൊരു കുതുകം ഉണ്ട്. കടലാസിൽ എഴുതി അവിടെ വെച്ചു. അപ്പൊ ഭഗവാൻ നടക്കാൻ പോയിരിക്കുകയാണ് മലയിൽ. നടന്ന് തിരിച്ചു വന്നിട്ട് ആ കടലാസ് നോക്കി ചിരിച്ചിട്ട് ആ കടലാസിന്റെ ബാക്കിൽ തന്നെ എഴുതി ഹരിയാദി ഇതര ജീവര അഘവാരിജ ഗുഹയിൽ ദഹര നീരജ ഗുഹയിൽ എന്നാണ് മലയാളം. അറിവായിരമി പരമാത്മൻ അരുണാചല രമണൻ. ഹരി, മുരുകൻ, ബ്രഹ്മ എല്ലാവരുടെ ഹൃദയവുമാവുന്ന ഹൃദയ താമരയില് കേവല ജ്ഞാനസ്വരൂപമായി ജ്ഞപ്തിയായി അറിവായി ഏതൊരു ആത്മാ പ്രകാശിക്കുന്നുവോ, ദഹരനീരജ ഗുഹയിൽ അറിവായി ജ്വലിക്കുന്ന വസ്തു, ആ ചൈതന്യം തന്നെ അരുണാചല രമണൻ. അല്ലാതെ ഈ വ്യക്തിയല്ല, ഈ ശരീരമല്ല. പരിവാൽ ഉളമുരുകാനല പരനാർന്നിടും ഗുഹയാർന്ന് അറിവാം വിഴി തിറവായി നിജം അറിവായി അത് വെളിയാം. ഹൃദയം ഉരുകി ആഴുന്നുള്ളില് അഹങ്കാരം അതിന്റെ മൂലത്തിൽ അടങ്ങിക്കഴിയുമ്പോ അവിടെ കേവല ചിത്സ്വരൂപമായി ഏതൊരു വസ്തു പ്രകാശിക്കുമോ അതാണ് ഞാൻ. അതെല്ലാവരും അങ്ങനെ അറിയണം എന്നാണ് തന്റെ വ്യക്തിത്വത്തിനെ. അതാണ് രമണ മഹർഷി. അല്ലാതെ രമണ മഹർഷി എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന രൂപമല്ല. അതിനെ അകമയ്ക്ക് അറിയണം. അതാണ് അഹം സ്വരൂപേണ സമസ്ത ജന്തോഹോ വിഭാന്തം അന്തർഹൃതി വിഭും അപ്രമേയം. എല്ലാവരുടെ ഹൃദയത്തിലും എല്ലാ ജന്തുക്കളുടെ ഹൃദയത്തിലും ഞാൻ ഞാൻ എന്ന അനുഭവരൂപത്തിൽ ഏതൊന്ന് പ്രകാശിക്കുന്നു അത്. അതുകൊണ്ട് മഹർഷിക്ക് കുരങ്ങന്മാരോ പശുവോ പക്ഷികളോ ഒന്നിനെയും അത് എന്ന് പറയാൻ സമ്മതിക്കില്ല. ലക്ഷ്മിയെ പറഞ്ഞ അത് വന്നിരിക്കണു എന്ന് പറഞ്ഞാൽ അത് എന്നാ പോയി അത് എന്ന് ചൊല്ലേൻ, അവ വന്നിരിക്ക அப்படின்னு சொல்லும். അതും നമ്മളെ പോലെ ഒരു ജീവിയല്ലേ എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നമ്മൾ തന്നെയല്ലേ എന്നോ, ഒരേ ആത്മാ തന്നെയല്ലേ അതിലും, ഒരേ വസ്തുവാണല്ലോ അതിലും ഇരിക്കണത്. അങ്ങനെ കാണുന്നത് കൊണ്ട് ആ ലക്ഷ്മി, ആ പശു മഹർഷിയുടെ അടുത്തും ആ മൃഗങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു വികാരം. ലക്ഷ്മിയുടെ മഹർഷിയുടെ അടുത്തുള്ള ബന്ധം ആശ്ചര്യകരമായി. ചിലപ്പോ മഹർഷി തൊട്ട് കഴിഞ്ഞാൽ അതിനിശ്ചലമായിട്ടിരിക്കും. ഒരിക്കൽ രമണ ഭഗവാൻ പറഞ്ഞു, ലക്ഷ്മിയെ ആരും ഡിസ്റ്റർബ് பண்ண വേண்டாം, അവ നിർവികൽപ സമാധിയിൽ ഇരിക്കാം. ഒരു ചലനമില്ലാതിരിക്കുക ആ പശുവെ. അപ്പോ ഭഗവാൻ പറഞ്ഞു കുറച്ചു നേരത്തേക്ക് ആ പശുവിനെ ഒന്നും ആരും ഡിസ്റ്റർബ് ചെയ്യരുത്, അവൾ നിർവികൽപ സമാധിയിൽ ഇരിക്കണമെന്നാണ്. പശുയോനികളിലും ചിലപ്പോ ആത്മജ്ഞാനം ഉണ്ടാവും, ആത്മാനുഭൂതി ഉണ്ടാവും. അതിന് തെളിവാണത്. അതെങ്ങനെ ഒരു മൃഗത്തിലേക്ക് ആ ജ്ഞാനം പ്രകാശിക്കണു എന്ന് വെച്ചാൽ, മൃഗമെന്നോ മനുഷ്യനെന്നോ ഒക്കെ ശരീരത്തിനെ വെച്ചുകൊണ്ടാണ് നോക്കണത്. ഉള്ളിലുള്ള ചിത്തിനെ കണ്ടു കഴിഞ്ഞാൽ ആ ചിത്തിന് ദേഹസംബന്ധമില്ല. ആ ചിത്താണ് താൻ എന്ന് നിരന്തരം ഇരിക്കുന്ന ജ്ഞാനിക്ക് സകലതും ചിത് സ്വരൂപമാണ്. അഹം സ്വരൂപേണ സമസ്ത ജന്തോഹോ വിഭാന്തം അന്തർവിഭും അപ്രമേയം. അപ്രമേയം എന്ന് വെച്ചാൽ, പ്രമേയം എന്ന് വെച്ചാൽ അളക്കുക, വിച്ച് ക്യാൻ ബി മെഷേർഡ് ത്രൂ മൈൻഡ്. മനസ്സുകൊണ്ട് അളക്കാവുന്നത്, മനസ്സുകൊണ്ട് പിടിക്കുന്നത്, അതിനാണ് പ്രമേയം എന്ന് പറയുന്നത്. ഈ ഉള്ളിലുള്ള ചിത്തിനെ മനസ്സുകൊണ്ട് പിടിക്കാൻ പറ്റില്ല, മനസ്സങ്ങോട്ട് തിരിയുമ്പോൾ ഉരുകിപ്പോകും. അതുകൊണ്ട് അപ്രമേയം സമസ്ത ജന്തോഹോ അന്തർവിഭാന്തം. എല്ലാ പ്രാണികളുടെ ഉള്ളിലും വിശേഷേണ ഭാന്തം പ്രകാശിക്കണം. എല്ലാവരിലും
എല്ലാരിലും എങ്ങനെ പ്രകാശിക്കുന്നു? അഹം സ്വരൂപേണ, ഞാൻ എന്ന രൂപത്തിൽ, ഞാൻ എന്ന അഹങ്കാര രൂപത്തിലും അതിന്റെ മൂലമായ അഹംബോധ രൂപത്തിലും. അഹങ്കാര രൂപം ഓരോരുത്തരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇന്നവനാണ്, ഞാൻ ഇന്നവനാണ്, ഞാൻ ഇന്നവനാണ്. ആ ഞാൻ എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോ ഏതൊരു ചിത്ത് കോൺഷ്യസ്നെസ് അവിടെ പ്രകാശിക്കുമോ അത് ബോധം, സച്ചിദാനന്ദം. അത് എല്ലാരിലും സമാനമാണ്. അതിനെ ആര് ഉള്ളില് കണ്ടുവോ, ആ ഞാൻ എന്ന അനുഭവത്തിനെ ആര് കണ്ടുവോ അവര് ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞു. പുറമേക്കുള്ള ഗുരു ഈ അകമേക്കുള്ള ഈ ഗുരുതത്വത്തിനെ കാണിച്ചു തരാനാണ്. അഹം സ്വരൂപേണ എന്ന് പറയുമ്പോ ചിത്ശക്തി രൂപേണ എന്നും അർത്ഥം എടുക്കാം. അഹം എന്ന അഹങ്കാര രൂപത്തിലും അഹം സ്ഫൂർത്തി രൂപത്തിലും അഹംബോധ രൂപത്തിലും. ഈ ചിത്ശക്തി ആണ് ഗുരുശക്തി, ഗുരുതത്വം എന്ന് പറയണത്. നമ്മളെ പതുക്കെ പതുക്കെ മനോമണ്ഡലത്തിൽ നിന്നും ആത്മാനുഭവത്തിന്റെ മണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഇന്നർ ഗൈഡ്, ഉള്ളിലുള്ള ഗൈഡ് ഈ ചിത്ശക്തിയാണ്, അല്ലെങ്കിൽ കൃപാശക്തിയാണ്. പുറമേക്കൊരു ആചാര്യൻ വരുമ്പോഴും അദ്ദേഹത്തിന്റെ ടീച്ചിങ്, ഉപദേശം ഒക്കെ തന്നെ ഏതുവരെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളിലുള്ള ഈ കറണ്ടിൽ പെടുന്നവരെയാണ്. ഉള്ളിലുള്ള കറണ്ടിൽ പെട്ടുകഴിഞ്ഞാൽ ഗുരുവിന്റെ ജോലി കഴിഞ്ഞു. ഗുരുവിനെ അറിയാം, ഇനി അത് കൂട്ടിക്കൊണ്ടുപോയിക്കോളും. ഇനി അത് ഇയാളെ പൂർണ്ണം ചെയ്തുകൊള്ളും. ആ ആന്തരികമായ ശക്തിയെ ഗുരുതത്വം എന്ന് പറയാം. ഭാഗവതത്തിലും ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതാഃ യപ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. എല്ലാവർക്കും ഗുരു ഉള്ളിലുണ്ട്. വിവേകം തന്നെ ഗുരുവാണ്. പക്ഷെ ആ വിവേകം ഡെവലപ്പ് ആവാതിരിക്കുന്നവരെ പുറമേക്കൊരു ഗുരു വേണം. അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി പറയണതനുസരിച്ച് നമ്മൾ വഴിതെറ്റിപ്പോകും. നമ്മളെ ഏറ്റവും വഴിതെറ്റിക്കുന്ന ആള് നമ്മളുടെ തന്നെ ബുദ്ധിയാണ്. അത് വിവേകമില്ലാതിരിക്കുന്നവരെ നമ്മളുടെ ബുദ്ധിയെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. അതിന് എന്തിനെ വേണമെങ്കിലും കറുപ്പിനെ വെളുപ്പാണെന്ന് പറയാം, വെളുപ്പിനെ കറുപ്പാണെന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയും ബുദ്ധി. അതുകൊണ്ട് നമ്മളുടെ ബുദ്ധി ശുദ്ധമായി നമ്മളെ ജ്ഞാനത്തിലേക്ക് വഴി കാണിക്കാൻ അത് പക്വമാകുന്നവരെ പക്വമായ പൂർണ്ണജ്ഞാനനിഷ്ഠരായ ജ്ഞാനികളെ ആശ്രയിക്കുകയാണ്. അവര് പറഞ്ഞ വഴിയില് ശ്രദ്ധയോടെ പോവാണ്. ക്രമേണ നമ്മളുടെ ഉള്ളിൽ തന്നെ ആ പവർ ഡെവലപ്പ് ആവണത് നമ്മൾ കാണും. ക്ലാരിറ്റി കംസ് ഫ്രം വിത്തിൻ, ഇൻസൈറ്റ് കംസ്. എല്ലാം ഉള്ളിൽ നിന്ന് തന്നെ വരും. അങ്ങനെ ഉള്ളിൽ തന്നെ കാണുമ്പോ ഗുരും ഗുരുണാം, എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരു. എല്ലാ ഗുരുക്കന്മാരും ഏതൊരു വസ്തുവിനെ കണ്ടുപിടിച്ചുവോ, ഏതൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ ഒരു പൂർണ്ണരായത്, അത് നമ്മളുടെ ഉള്ളിലുമുണ്ട്, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. ഗുരും ഗുരുണാം സ പൂർവേഷാമപി ഗുരു. ഭാഗവതത്തിൽ മത്സ്യാവതാര സ്തുതിയിൽ പറയണു, ഭഗവാനെ അവിടുന്ന് മാത്രമാണ് ഗുരു. സ്വാമി രാംദാസ് അദ്ദേഹത്തിന്റെ അച്ഛനെ ഗുരുവായിട്ട് കരുതി. എന്താന്ന് വെച്ചാൽ അച്ഛൻ മന്ത്രോപദേശം ചെയ്തു കൊടുത്തു, രാമനാമം. അതുകൊണ്ട് അച്ഛനെ പിന്നെ അതിനുശേഷം ഗുരുവായിട്ടേ പറയുള്ളൂ. പക്ഷെ ഒരു ഹയർ സ്റ്റേജിലേക്ക് പോകുമ്പോ അദ്ദേഹത്തിന് ഉള്ളിന്ന് ഒരു ആജ്ഞയുണ്ടായി, ഭക്ഷണം കഴിക്കണ്ട. അന്നഭക്ഷണം കഴിക്കാതായി അദ്ദേഹം. ജലം അല്ലെങ്കിൽ പഴം, പാല് ഇതൊക്കെ മാത്രം കഴിക്കാം. അപ്പൊ ശരീരം ശോഷിച്ചിങ്ങനെ പോയി. അപ്പൊ വീട്ടിലുള്ളവരൊക്കെ നിർബന്ധിച്ച് നോക്കി, കേൾക്കണില്ല. നാട്ടുകാരൊക്കെ നിർബന്ധിച്ച് നോക്കി, അദ്ദേഹം കേൾക്കണില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അച്ഛന്റെ അടുത്ത് തന്നെ ചെന്ന് പറഞ്ഞു, നിങ്ങളെ ഗുരുദേവ് എന്ന് വിളിക്കേണ്ട അദ്ദേഹം, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയണു, ഭക്ഷണം കഴിക്കണം, ഊണ് കഴിക്കണം, ഇങ്ങനെ പാലും പഴവും മാത്രം കഴിച്ചാ പോരാന്ന്. അദ്ദേഹം ശരി ഒന്നും പറഞ്ഞില്ല, മിണ്ടാതെ പോയി. അപ്പോ അദ്ദേഹത്തിന്റെ ഡിവോട്ടീസ് ചോദിക്കണു, നിങ്ങള്
അച്ഛനെ ഗുരുദേവ് എന്ന് വിളിക്കണു. എന്നിട്ട് എന്താ ഗുരുദേവൻ പറഞ്ഞിട്ട് കേൾക്കാത്തതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ദി സെയിം ഗുരു ഫ്രം വിത്തിൻ സേസ് ഡു നോട്ട് ഈറ്റ്. ഏത് ഗുരുവാണോ പുറത്തുനിന്ന് അദ്ദേഹം പറയണു ആഹാരം കഴിക്കുമെന്ന് പറയണു, അതേ ഗുരുവാണ് ഉള്ളിൽ നിന്നും വളരെ സ്ട്രോങ് ആയിട്ട് പറയണത് കഴിക്കരുത് എന്ന് പറയണമെന്ന്. അപ്പൊ ആ ഗുരുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ലോജിക്കിനെ തോന്നിയവാസത്തിന് ഉപയോഗിക്കാൻ പാടില്ല. തോന്നിയവാസമല്ല, തോന്നലല്ല, തോട്ടല്ല. ദേ ക്ലിയർലി സീ ദാറ്റ് ഇറ്റ് ഈസ് ഇൻറ്റ്യൂഷൻ. ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഹിരണ്യകശിപു പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ലല്ലോ. എന്താ ഉള്ളിലുള്ള ആള് പറയണു ക്ലിയറായിട്ട്. അയാള് സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കുകയില്ല. സ്വാർത്ഥതയ്ക്ക് കൂട്ടുനിൽക്കണ ഒരു കാര്യം ഉള്ളെന്ന് വന്നിട്ട് എനിക്ക് ഉള്ളും തോന്നണമെന്ന് പറഞ്ഞാൽ അടി കൊടുക്കുക വേണ്ടത്. അപ്പൊ ഉള്ളിലുള്ള ഗുരുതത്വം ഒരിക്കലും സ്വാർത്ഥമല്ല. ആ ഗുരുതത്വത്തിനെ കണ്ടു കഴിഞ്ഞാൽ വഴി കാണിക്കുമെന്ന്. ഇറ്റ്സ് ദ ബെസ്റ്റ് ഗൈഡ്. അത് നമ്മളെ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകണമോ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഗുരും ഗുരുണാം അജം ആദിദേവം. അത് അജമാണ്, എന്തെങ്കിലുമൊക്കെ ജനിച്ചതല്ല. ഏകനാഥ് സ്വാമി, അദ്ദേഹം വലിയ ഗുരുഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഗുരു ജനാർദ്ദന സ്വാമി, മഹാരാഷ്ട്ര സന്തുക്കളില് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മഹാപുരുഷൻ എന്ന് പറയാം അദ്ദേഹത്തിന്. അദ്ദേഹത്തിനോ അത്രയധികം ഗുരുഭക്തിയാണ്. ഭഗവാന്റെ പേര് പറയുന്നതും ജനാർദ്ദനനായിട്ടാണ്. അത്ര കണ്ടു ഗുരുവിനെ സ്തുതിച്ചിട്ടുള്ള ആള്. അദ്ദേഹം ഒരു ദിവസം ഭാഗവതം പറയുമ്പോ അദ്ദേഹത്തിന്റെ ഗുരു മരിച്ചു എന്ന് പറഞ്ഞ് ന്യൂസ് വരികയാണ്. ഒരു ചലനവുമില്ല, ശ്രദ്ധിച്ചതേയില്ല അദ്ദേഹം. ഭാഗവതം പറയാ. അപ്പോ ഭക്തന്മാരൊക്കെ ആശ്ചര്യത്തോടുകൂടെ ചോദിച്ചു, അങ്ങേപോലെ ഒരു ഗുരുഭക്തനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എന്നിട്ടും ഗുരു മരിച്ചു എന്ന് പറയുമ്പോൾ അല്പം പോലും ചലിക്കാതെ ഇരിക്കാൻ എങ്ങനെ സാധിച്ചു? അദ്ദേഹം പറയാണ്, മരിച്ചു പോകുന്ന ഒരു ഗുരുവും അത് കേട്ടിട്ട് കരയുന്ന ഒരു ശിഷ്യനും ആ ഗുരു ഗുരുവുമല്ല, ശിഷ്യന് ശിഷ്യനുമല്ല എന്നാണ്. ഗുരു ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമല്ല, അത് ആദി അന്തമില്ലാത്ത സ്രോതസ്സാണ്, അഖണ്ഡാകാരമായ ചൈതന്യശക്തിയാണ്. അത് എന്തെങ്കിലും ജനിച്ച വസ്തുവല്ല. എല്ലാവരുടെ ഉള്ളിലും അത് സൂക്ഷ്മമായിട്ട് കിടക്കുന്നുണ്ട്. അതിനെ നമുക്ക് കാണാൻ കഴിവില്ലാതാവുമ്പോ ആ അന്തര്യാമി തന്നെ സ്വേച്ഛോപാത്ത പൃഥക് വപുഹു ഏതോ ഒരു രൂപത്തിൽ നമ്മളുടെ മുമ്പിൽ വന്ന് ഉപദേശിക്കണം, അത്രേ ഉള്ളൂ. അതിന്റെ കാലം കഴിഞ്ഞാൽ അത് മറഞ്ഞു പോകും. പക്ഷേ ആ ഉള്ളിലുള്ള ഗൈഡ് വഴിതെറ്റിപ്പോവില്ല. അത് അജം, അത് ജനനമില്ലാത്ത തത്വമാണ് ഗുരുതത്വം. ജ്ഞാനം ഉണ്ടാവുമ്പോഴേ ഗുരുതത്വം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഗുരുവിനെ പൂജിക്കണം, ഗുരുവില്ലാതെ ജ്ഞാനം ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ ഓവർ എംഫാസിസ് കൊടുത്താൽ ഇന്ന് ഇപ്പൊ കാണുന്ന പോലെ ആളുകൾക്ക് മുതലെടുക്കാൻ പറ്റും. ഗുരുവിനെ പൂജിക്കണം, ഗുരുവിനെ ആരാധിക്കണം, ഗുരുവിന് പാദപൂജ ചെയ്യണം. സ്വാമിക്ക് പാദപൂജയ്ക്ക് 15,000 രൂപയാണ് ചാർജ്. ഒരാശ്രമത്തില് പറഞ്ഞു, അങ്ങനെ കാലില് പൊട്ടിടാം, അതിന് 5,000 റുപ്യ. ഗുരുവിന്റെ നെറ്റിയിൽ പൊട്ടിടാൻ 15,000 റുപ്യ. എന്നിട്ട് അയാള് പറയാണ്, ഇതിന്റെ കാശ് വാങ്ങിക്കണ ആള്, നെറ്റിയിൽ പൊട്ടിട്ടാൽ യു വിൽ അറ്റൈൻ ഹിസ് ഗ്രേസ് വെരി ക്വിക്ക്ലി. ഈ ഗുരു ഗുരു നമ്മൾ പറയുമ്പോ വളരെ ജാഗ്രതയായിരിക്കണം. അത് വളരെ സൂക്ഷ്മമായ വിഷയമാണ്. അതിനെ തമാശകളിയാക്കരുത്, ആഭാസമാക്കരുത്. അതിന് നമ്മൾ സാധാരണ തലത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് വളരെ മോശമായിട്ട് പോകും. അപ്പൊ ഗുരു ആത്മജ്ഞാനത്തിനും വൈരാഗ്യത്തിനും അധ്യാത്മസാധനയ്ക്കും വഴികാട്ടാനുള്ള ആളാണ്. അല്ലാതെ ലൗകികമായ വിഷയത്തിന് ഉപകാരം ചെയ്യാൻ ഇവിടെ വേറെ പല കാര്യങ്ങളും പല ആളുകളും ഉണ്ടല്ലോ. അതിന് ഈ പരമവിരക്തന്മാരായ ഗുരുക്കന്മാരോ ജ്ഞാനികളോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഗുരുതത്വം നമുക്ക് ശാന്തിക്കുള്ളതാണ്. അതിന് തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ ഗംഗാ തീരത്തില് വീടുകളൊക്കെ ഉണ്ടാവും, അവിടുത്തെ ബാത്റൂമും ലെറ്ററിനും ഒക്കെ ഗംഗാജലമാണ്.
അപ്പൊ ഗംഗാജലത്തിനെ ലെറ്ററിന് ഉപയോഗിക്കണ പോലെ ആയിപ്പോവും. അപ്പൊ ഗുരുതത്വം നമ്മൾക്ക് ജ്ഞാനത്തിന് പ്രയോജനപ്പെടാനാണ്. ആ ഭാവത്തോടുകൂടി അതിനെ ഉപയോഗിക്കണം. അഹം സ്വരൂപേണ സമസ്തജന്തോ വിഭാന്തമന്തർവിഭുമപ്രമേയം ഗുരും ഗുരൂണാം അജം ആദിദേവം വന്ദാമഹേ ശ്രീരമണം ദയാബ്ധിം. ദയാസമുദ്രം. ദയ എന്ന് വെച്ചാൽ ഇവിടെ കൃപ, ഗ്രേസ്, കാരുണ്യം എന്നർത്ഥം, കൃപയെന്നർത്ഥം. കൃപയുടെ സമുദ്രം. കൃപയെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. കൃപ എന്ന് വെച്ചാൽ എന്താ? ഏതൊരു അനിർവചനീയമായ ശക്തി നമ്മളുടെ അജ്ഞാനത്തിനെ നീക്കി അഹങ്കാരത്തിനെ ഇല്ലാതാക്കി ആത്മാനുഭവത്തിനെ തരുമോ, അതിനാണ് കൃപ എന്ന് പറയണത്. ഇറ്റ്സ് ദ മോസ്റ്റ് സട്ടിലസ്റ്റ് ഫിനോമിനൻ. അത് അധ്യാത്മജ്ഞാന ചക്ഷുസ്സുകൊണ്ട് അറിയേണ്ടതാണ്. അല്ലാതെ കൃപ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പ്രൊക്ലമേഷൻ അല്ല. കൃപ എന്ന് പറയുന്നത് നമ്മൾ വികാരം കൊണ്ട് കൃപയാണെന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വികാരപരമായി എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു കാര്യമല്ല. കൃപയെന്ന് പറയണത് ജ്ഞാനത്തിന് കാരണമായ ശക്തിയാണ്. അതിനെയാണ് ദയാ എന്നും ഇവിടെ പറഞ്ഞത്. രമണം ദയാബ്ധിം. അഹം സ്വരൂപേണ സമസ്തജന്തോ വിഭാന്തമന്തർവിഭുമപ്രമേയം ഗുരും ഗുരൂണാം അജമാദിദേവം. രമണ ഭഗവാൻ അത്യാശ്രമിയായിരുന്നു. സകല ഗുരുക്കന്മാരും അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ട ആളുകളും അവിടെ പോയി നമസ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവിടുന്ന് ഒരു ടച്ച് ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തില് മഹർഷി ഒരിടത്തും മുൻപിൽ വരാതെ ഒതുങ്ങിക്കൂടി ഒരിടത്ത് ഇരുന്നുവെങ്കിലും ആ സാന്നിധ്യത്തിനെ സ്പർശിക്കാത്ത ഒരു സംഘടനകളും ഇവിടെ ഉണ്ടായിട്ടില്ല. ലോകത്തിൽ പിന്നീട് പ്രചരിച്ച് വളരെ വലിയ വലിയ സംഘടനകൾ ഉണ്ടാക്കിയവരൊക്കെ തന്നെ ആ സമുദ്രത്തിൽ പോയി ഇത്തിരി തീർത്ഥം കുടിച്ചിട്ട് വന്നവരാണ്. അത് ചിന്മയ മിഷനായാലും ശരി, രാമകൃഷ്ണ മിഷനായാലും ശരി, ശിവാനന്ദാശ്രമമായാലും ശരി, അതിലൊക്കെ വന്നവരൊക്കെ ജയൻസ് ആയിട്ടുണ്ടായിരുന്നവരൊക്കെ തന്നെ അവിടെ പോയിട്ട് വന്നിട്ടുണ്ട്. തപോവന സ്വാമികളായാലും ശരി, ഇവരൊക്കെ അവിടെ പോയിട്ട് വന്നവരാണ്. അപ്പോ ഗുരും ഗുരൂണാം, ഈ ഗുരുക്കന്മാർക്കൊക്കെ തന്നെ ഒരു പരമഗുരുവായിരുന്നു രമണ ഭഗവാൻ. ആ അർത്ഥത്തിലും പറയാം. ഗുരും ഗുരൂണാം അജമാദിദേവം വന്ദാമഹേ ശ്രീ രമണം ദയാബ്ധിം. തുടർന്ന് നമ്മള് നാളെ കാണാം. ഭാരതി കൃഷ്ണതീർത്ഥ സ്വാമികൾ പുരി ശങ്കരാചാര്യരായിരുന്നു. അദ്ദേഹമാണ് ഈ വേദിക് മാത്തമാറ്റിക്സ് ഒക്കെ എഴുതിയത്. അദ്ദേഹം ഡൽഹിയിൽ ഒരു ലെക്ചറിൽ പറഞ്ഞു, ഐ വിൽ നോട്ട് കമ്പയർ രമണ മഹർഷി ഈവൻ വിത്ത് ആദിശങ്കര. ഐ ക്യാൻ ഓൺലി തിങ്ക് അബൌട്ട് ഹിം ആസ് ദ പ്രിമോർഡിയൽ ഗുരു ദക്ഷിണാമൂർത്തി. ആ അർത്ഥത്തില് ആണ് ഗുരും ഗുരൂണാം അജമാദിദേവം വന്ദാമഹേ ശ്രീരമണം ദയാബ്ധിം. അപ്പൊ രമണ ഭഗവാനെ ഗുരും ഗുരൂണാം എന്ന് പറയുന്നത് തെറ്റില്ല. ഗുരുവിനൊന്നും വ്യത്യാസമില്ല. മഹർഷി എന്ന് പറയുന്ന ഒരാളല്ല ഗുരു. ഗുരു എന്ന് പറയുന്ന അഖണ്ഡാകാരമായ ഒരു തത്വമാണ്. ആ തത്വം ഏതെങ്കിലും വ്യക്തി രൂപത്തിൽ പ്രകാശിക്കണം, അത്രയേ ഉള്ളൂ. അതിൽ തികച്ചും വ്യക്തിപ്രഭാവമേ പുറമെ കാണിക്കാതെ മഹർഷി വർദ്ധിച്ചത് കൊണ്ട് ആ ഗുരുതത്വം സുസ്ഫുടമായി അവിടെ പ്രകാശിച്ചു, അത്രയേ ഉള്ളൂ. തുടർന്ന് നാളെ കാണാം അടുത്ത ശ്ലോകം മുതൽ. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല